ഹലോ എല്ലാവർക്കും മൈൽസ് ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാ നമ്മൾ ഞായറാഴ്ച രാവിലെ തന്നെ ഒന്ന് പുറത്ത് പോവുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ 4 പേരും കൂടെ ബൈക്കിൽ കയറിയിട്ട് നമ്മളിതാ നേരെ പോകുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ റോഡിലൊന്നും തിരക്കൊന്നുമില്ലായിരുന്നു വലുതായിട്ട്. അപ്പോൾ നല്ല ആസ്വദിച്ചിട്ടാണ് പോകുന്നത്. ഞങ്ങൾ നേരെ ആദ്യം പോയത് വീട്ടിൽ നിന്ന് പെട്രോൾ പമ്പിലാണ് കേട്ടോ. പെട്രോളൊക്കെ ഏകദേശം കാലിയായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം പെട്രോളൊക്കെ അടിച്ചിട്ട് ഞങ്ങൾ പോകാനുള്ള പ്ലാനിലാണ്. അപ്പോൾ തന്നെ രേവൂട്ടി പെട്രോൾ പമ്പിലെ സ്മെല്ലെല്ലാം നല്ലോണം വലിച്ച് കയറ്റുന്നുണ്ട് കേട്ടോ. അവൾക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഈ സ്മെല്ല്, എനിക്കും ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങളിതാ ഇടവഴി കൂടിയൊക്കെ ഞങ്ങളുടെ യാത്ര തുടർന്നിരിക്കുകയാണ്. ഞങ്ങൾ എങ്ങോട്ട് പോകണമെന്ന് വെച്ചാൽ നമ്മുടെ കാസർഗോഡുള്ള അനന്തപുരം അമ്പലത്തിലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ കുറേ നാളായി അമ്പലത്തിലൊക്കെ പോയിട്ട്, അപ്പോൾ എന്തായാലും ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അവിടെ പോയിട്ട് അന്നദാനമൊക്കെ കഴിക്കാമല്ലോ. അപ്പോൾ അത് യാത്രയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ കുമ്പളയിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ മാറിയിട്ടാണ് കേട്ടോ അനന്തപുരം ക്ഷേത്രമുള്ളത്. പിന്നെ ഇത് കേരളത്തിലെ തന്നെ ഏക തടാക ക്ഷേത്രം എന്നറിയപ്പെടുന്നത് അനന്തപുരം ക്ഷേത്രമാണ്. പിന്നെ അവിടെ ഒരു മുതലയുണ്ട്, ബബിയ എന്നാണ് പേര്. ആ മുതല മരിച്ചിട്ട് പിന്നെ വേറെ പുതിയൊരു മുതല വന്നെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞങ്ങളിത് നേരെ അമ്പലത്തിലെത്തി ഉള്ളിലേക്ക് പോവുകയാണ് കേട്ടോ. നമ്മുടെ തിരുവനന്തപുരത്തുള്ള പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമെന്നും ഈ അമ്പലം അറിയപ്പെടുന്നുണ്ട്. ഇവിടുത്തെ പ്രതിഷ്ഠ അനന്തശയന ഭാവത്തിലാണ് കേട്ടോ. അപ്പോൾ അനന്ത പത്മനാഭസ്വാമി ക്ഷേത്രമെന്നും അനന്തപുരം ലേക്ക് ടെമ്പിൾ എന്നൊക്കെ ഈ അമ്പലം അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ ചെന്ന് കയറുമ്പോൾ തന്നെ അവിടെ 2-3 പശുക്കളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് ചെല്ലുമ്പോഴാണ് കേട്ടോ അമ്പലത്തിൻ്റെ ശ്രീകോവിലേക്ക് പോകാൻ പറ്റുന്നത്. അമ്പലത്തിൽ എന്തൊക്കെയോ പണികൾ നടക്കുന്നുണ്ട്, നമുക്ക് അകത്തോട്ട് പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് തൊഴുതിട്ട് നേരെ ഇനി പുറത്തോട്ട് ഇറങ്ങുകയാണ് കേട്ടോ. സാധാരണ ഈ ഭാഗത്തൊക്കെ നമ്മുടെ അമ്പലത്തിൽ തുറന്നിരിക്കുന്ന സമയത്ത് പൂജാരികൾ പ്രസാദമൊക്കെ കൊടുക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇവിടെ. പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ടാണ് നല്ല തിരക്കുള്ളതുകൊണ്ട് ഒത്തിരി ആൾക്കാർ ഉള്ളിലുണ്ട്, ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ നേരെ സ്റ്റെപ്പ് കയറിയിട്ട് മേളിലോട്ട് പോവുകയാണ്. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ അന്നദാനം കഴിക്കാനാണ് കേട്ടോ പോയത്. ഞായറാഴ്ച കൊണ്ട് തന്നെ വലിയ തിരക്കൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും പെട്ടെന്ന് കിട്ടി കേട്ടോ. പെട്ടെന്ന് ക്യൂ പോകുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് നല്ല പച്ചരി ചോറും അച്ചാറും സാമ്പാറും ബീട്രൂട്ട് തോരനൊക്കെ വെച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അമ്പാടിക്ക് ഫുഡൊന്നും കഴിക്കാൻ വലിയ താല്പര്യമില്ലായിരുന്നു, കളിപ്പാട്ടം വാങ്ങി കൊടുക്കാത്തതുകൊണ്ട്. അതുകൊണ്ട് തന്നെ അവ ആദ്യമൊന്നും കഴിച്ചിട്ടില്ല. പിന്നെ രേവൂട്ടിയും തന്നെ കഴിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ എന്തൊക്കെയോ കാര്യം പറഞ്ഞിട്ട് അവൻ അത്യാവശ്യം വാരിയൊക്കെ കൊടുത്ത് പുള്ളിക്കാരൻ കഴിച്ചു. അതിന് ഞാനും കഴിച്ചു കേട്ടോ. ആദ്യം തന്നെ അച്ഛനും മോനും കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ കഴിച്ചു. പിന്നെ പായസം ഉണ്ടായിരുന്നു, നല്ല കടലയും അരിയും കൂടെ മിക്സ് ചെയ്തിട്ടൊരു ശർക്കര പായസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ കഴിച്ചു. പിന്നെ വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ചോറും ഒക്കെ വീണ്ടും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ചോറെല്ലാം കഴിച്ച് പാത്രമൊക്കെ കഴുകിയിട്ട് പിന്നെ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി. പിന്നെ ഞങ്ങൾ വനശാസ്താവിൻ്റെ അങ്ങോട്ടൊക്കെ തൊഴാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്പാടി ഇപ്പോൾ ഒന്നിത്തിരി ഓക്കെ ആയിട്ടുണ്ട്, കളിപ്പാട്ടത്തിൻ്റെ കാര്യം പ്രശ്നമൊക്കെ സോൾവ് ആക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ നേരെ ഇങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ 2-3 പ്രതിഷ്ഠയൊക്കെ ഉണ്ട്. അതെല്ലാം തൊഴുതിട്ട് ഇതിൻ്റെ പുറകു സൈഡിലോട്ട് തന്നെ ആ ഭാഗത്തോട്ട് നമ്മുടെ അമ്പലത്തിലെ ക്ഷേത്രത്തിൻ്റെ തടാകം ഉണ്ടല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു തടാകമാണെന്ന് തോന്നുന്നു ഈ ഭാഗത്തുണ്ട്. ഇതിൻ്റെ പുറത്തെ സൈഡിലെന്ന് പറഞ്ഞാൽ നല്ലോണം പച്ചപ്പാണ് കേട്ടോ. പക്ഷേ ഇവിടെയൊക്കെ ഇവിടെ ബബിയനെ ചിലപ്പോഴൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഞാനൊരു 6-8 തവണ അമ്പലത്തിൽ വന്നിട്ടുണ്ടെങ്കിലും എനിക്കൊരു 2 തവണയെ ബബിയെ കാണാൻ പറ്റിയിട്ടുള്ളൂ. അത് ഒരു തവണ ഈ ഭാഗത്ത് വെച്ചിട്ടാണ് കേട്ടോ കണ്ടത്. അതുകഴിഞ്ഞ് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഈ ഭാഗത്ത് നല്ലൊരു എന്തോന്നാണ് അരുവി പോലെ പോകുന്നുണ്ട്. മഴ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത്രയും നല്ലോണം വെള്ളം പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ ഇറങ്ങി, കുറച്ച് മീനുകൾ നിറയെ മീനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് നേരം കളിച്ചിട്ടൊക്കെയാണ് കേട്ടോ ഞങ്ങൾ തിരിച്ച് പിന്നെ അങ്ങോട്ട് പോയത്.
അത്യാവശ്യം ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ വീണ്ടും അമ്പലത്തിൻ്റെ ഭാഗത്തോട്ട് പോയേ. പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ തൊഴുത് പ്രസാദമൊക്കെ വാങ്ങിയിട്ട് നേരെ പുറത്തോട്ട് പോയി. പുറത്തോട്ട് അപ്പോഴത്തേക്ക് ആൾക്കാർ ഏകദേശം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു 2 മണി സമയമായി കാണും. അപ്പോൾ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയിട്ട് നേരെ രേവട്ടിക്ക് മോതിരമൊക്കെ വിൽക്കുന്ന സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് അവൾക്ക് എവിടെ പോയാലും മോതിരം വാങ്ങണം. അപ്പോൾ ആദ്യം ഞങ്ങൾ നേരെ പിന്നെ മോതിരം വാങ്ങാമെന്ന് പറഞ്ഞ് പോയി. പിന്നെ അമ്പാടിക്ക് കളിപ്പാട്ടം വാങ്ങാത്തതിൻ്റെ ഫുള്ള് പിണക്കമുണ്ട്. അപ്പോൾ ആദ്യം പോയിട്ട് രേവട്ടിക്ക് അവൾക്ക് പാകാവുന്ന ഒന്നും കിട്ടാറില്ല. എന്നാലും അവൾ ഏതെങ്കിലും ഒരെണ്ണം എങ്ങനെയും ഒന്ന് വാങ്ങിയിരിക്കും. അപ്പോൾ ചേരുന്നില്ല ഒന്നും. എന്നാലും ഇഷ്ടപ്പെട്ട ഒരെണ്ണം അവസാനം കിട്ടി മാഡത്തിന്. അപ്പോഴാണ് പുള്ളിക്കാരി ഹാപ്പി ആയത്. അത് കഴിഞ്ഞിട്ട് അടുത്ത ആൾ കട ചൂണ്ടിക്കാണിച്ചു തരുവാണ് നമുക്ക് കളിപ്പാട്ടം വാങ്ങാനായിട്ട്. പിന്നെ 2 മണിയൊക്കെ ആയതുകൊണ്ട് തന്നെ ഏകദേശം എല്ലാം അടച്ചതുകൊണ്ട് എങ്ങനെയൊക്കെയോ തപ്പിയെടുത്ത് അവസാനം ഒരു കളിപ്പാട്ടം ഒപ്പിച്ചു കേട്ടോ. ഒരു ചെറിയൊരു കാറ് വാങ്ങിയിട്ടുണ്ട്, മഞ്ഞ കാറ്. പക്ഷേ അമ്പാടിക്ക് അത് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്നാലും ഞങ്ങൾ പുള്ളിക്കാരനെ ഒരുവിധം അനുനയിപ്പിച്ചൊക്കെ വണ്ടിയിൽ കയറ്റി. അങ്ങനെ ഞങ്ങളിതാ തിരിച്ചു പോവാണ് കേട്ടോ. ഞായറാഴ്ച വളരെ നല്ലൊരു യാത്രയായിരുന്നു കേട്ടോ. ജസ്റ്റ് നമ്മൾ തൊഴാമെന്ന് പറഞ്ഞ് വന്നെങ്കിലും ഇത്രയും നല്ല പച്ചപ്പും എല്ലാം കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് മനസ്സിനൊരു സന്തോഷമായി. പിന്നെ നമ്മുടെ ഈ ഭാഗത്താണ് കേട്ടോ മധുര നൊമ്പരക്കാറ്റിൻ്റെ ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞത്. അങ്ങനെ ഞായറാഴ്ച വളരെ ഹാപ്പി ആയിട്ട് ഒരു ഞായറാഴ്ച കടന്നുപോയി. ഞങ്ങളിതാ ക്വാർട്ടേഴ്സിലെത്തി കേട്ടോ. ക്വാർട്ടേഴ്സിലൊരു കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എത്തി. വലിയ മഴയൊന്നും ഇല്ലാതെ ഞങ്ങൾക്ക് പെട്ടെന്ന് എത്താൻ പറ്റി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.